അപ്പം നമ്മുടെ വെള്ളയപ്പം ത്തിനുള്ള മാവ് കോരി ഒഴിച്ചിരിക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ പച്ചരി വെള്ളത്തിൽ കുതുക്കാൻ ഉച്ചക്കിട്ടു. വൈകുന്നപാടായപ്പോൾ നമ്മളത് അരച്ച് വെച്ചു. ഒരു 7 മണിയോട് കൂടിയിട്ട് അരച്ച് വെച്ചു. എന്നിട്ട് കാണിച്ച തേങ്ങ കരിക്കണം. അപ്പോൾ കരിക്കാൻ വെച്ചാൽ നല്ല സോഫ്റ്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്പൂണ് 2 സ്പൂണ് ചോറരയ്ക്കും. പിന്നെ നമ്മളിപ്പം ഇച്ചിരി ചെറിയ ജീരകം അരച്ചിട്ടുണ്ട്. വെള്ളയപ്പല്ലേ, നല്ല രുചി വരും. അപ്പം അത് ഒരു നുള്ളി ചെറിയ ജീരകം അരച്ചിട്ടുണ്ട്. വേണ്ട, ഇങ്ങനെ ഈ കോരി ഒഴിക്കുമ്പം വെള്ളയപ്പമൊക്കെ പണ്ടുള്ള ഈ കല്യാണത്തിനൊക്കെ എൻ്റെ അമ്മയുടെയൊക്കെ പ്രായത്തിൽ അവർ ചുടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവി ഒഴിക്കും. എന്നിട്ട് അതിനകത്ത് ആ തവിയും കൊണ്ട് മൂടും കൊണ്ട് ഒന്ന് അമക്കും. അപ്പോഴത്തേന് ഈ ചെറിയ വട്ടം പോലെ ഇങ്ങനെ ആയി വരും വെള്ളയപ്പം. അങ്ങനെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആയില്ലേ, മറിച്ചിടണം. മറിച്ചിടും. അല്ല, നമ്മൾ അടപ്പ് വെച്ചിട്ട് മൂടുവാണെങ്കിൽ അത് പാലപ്പമായിട്ട് അല്ലേ വരുന്നത്. അതിങ്ങനെ മറിച്ചിട്ട് നമ്മൾ രുചികരമായ വെള്ളയപ്പം കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂവോ കടലക്കറിയോ വെച്ചാണെങ്കിൽ പല കറി ഉണ്ടാക്കുമല്ലോ. നമ്മൾ പിന്നെ വെള്ളയപ്പമൊക്കെ ചുടുമ്പോൾ ഇച്ചിരി കോഴിക്കറിയോ ഇറച്ചിക്കറിയോ അങ്ങനെയൊക്കെയാണ്. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. മീൻകറി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വെള്ളയപ്പം ചുടുന്നത്. ഒന്നും കൂടിയും പറയാം. പച്ചരി, തേങ്ങ, 2 സ്പൂൺ ചോറ്. ഇനി ഈസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് ഈസ്റ്റ് രാവിലെ കലക്കുക, അല്ലെങ്കിൽ വൈകിട്ട് ഒരു ഞുള്ളുക. ഇതൊക്കെ നമ്മുടെ വയറിന് കേടാണ്. എന്നും ഈസ്റ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വയറ്റിൽ ഓരോ അസുഖങ്ങളൊക്കെ വരും. പിന്നെ അവനവൻ്റെ താല്പര്യവും അവനവൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ഈസ്റ്റും സോഡാപ്പൊടിയും ചേർക്കുക. സോഡാപ്പൊടിയൊക്കെ ഒരു ഞുള്ള് ഇടുകയും ചെയ്യാവും രാവിലെ കലക്കുമ്പോൾ. അതൊക്കെ വയറിന്, ഈ സോഡാപ്പൊടി ഈസ്റ്റുമൊന്നും ചിലർക്ക് വയറിന് പിടിക്കത്തില്ല. തന്നെയല്ല, വയറിന് ഭയങ്കരമായ അസുഖങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ മനുഷ്യന്മാരല്ലേ, പല അസുഖങ്ങളൊക്കെ വരും. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഗുളികയെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ അപ്പം ഒന്നും ചുട്ട് തിന്നാൻ പറ്റത്തില്ല. അപ്പത്തിന് പകരം ഗുളികയായിരിക്കും ഈ തിന്നുന്നത്. പെട്ടെന്ന് തന്നെ മരണവും സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് ഞങ്ങളുടെ അപ്പച്ചനൊക്കെ ആണെങ്കിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങും. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ വെള്ളയപ്പായ ഇറങ്ങും. അവരൊരു മരുന്നൊന്നും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പശു, ആട്, കോഴി, താറാവ്, പലമായ കൃഷികൾ, അതും നല്ല അവാർഡൊക്കെ മേടിക്കുന്ന പോലുള്ള ചേനയൊക്കെ കിളച്ച് വെക്കുന്നതൊക്കെ കാണണം. എന്ത് കൃഷിയാണേലും കപ്പയൊക്കെ ആണെങ്കിലും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവാർഡൊന്നും അല്ല. അതൊക്കെ ഒന്ന് കാണണം. അവാർഡൊന്നും മേടിച്ച് മീഡിയയിലൊന്നും വന്നില്ലെങ്കിലും അതൊക്കെ നമ്മൾ കണ്ണും കൊണ്ട് കണ്ടതാണ്. അപ്പോൾ അവർ ഉണ്ടോ, ഒരു അവാർഡിനും പോയിട്ടില്ലെങ്കിലും അതാണ് ജീവിതം. അതുപോലുള്ള ആൾക്കാർ ഇന്ന് ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഒന്നും പുറകെ പോകാതെ ചെറിയ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ മക്കളെ നോക്കാതെയൊക്കെ ഓടുമ്പോൾ ഇതുപോലുള്ള നല്ല അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക. അങ്ങനെ നമുക്കറിയത്തില്ല, എല്ലാ വീട്ടിലും സാഹചര്യം ഒരുപോലെ അല്ലല്ലോ. നമ്മുടെയൊക്കെ അപ്പച്ചന്മാർ ആ പ്രാർത്ഥനയും ആ കൃഷിയും ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെ പോകുന്നത്. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ആയി വരുന്നുണ്ടോ? ഉണ്ടോ?
ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഇച്ചിരി ആകാനുണ്ട്, എന്നാലും ഞാൻ മുറിച്ചിടുക കണ്ടോ. അപ്പോൾ തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ് ഭയങ്കര ഇതായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള വെള്ളയപ്പം കഴിക്കുക. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ആ പ്രാർത്ഥന ആയിട്ടുണ്ട്. മുറിച്ചിട്ട് കാണിക്കാം. ഉണ്ടോ ആയി. ഇങ്ങനെയാണ് വെള്ളയപ്പം ചുട്ട് എടുക്കുന്നത്. ഒന്നും കൂടി ഞാൻ പറയാൻ, ഒരു തവി ഒഴിച്ചിട്ട് അതിൻ്റെ തവിയുടെ മൂടും കൊണ്ടൊന്ന് അതിൻ്റെ മണ്ടയിൽ നിന്ന് നിൽക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വെള്ളയപ്പം ഈ രീതിയിൽ വരും. അപ്പോൾ അപ്പച്ചൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പച്ചൻ ഭയങ്കര ദൈവഭക്തൻ എന്ന് പറഞ്ഞാലും ഭയങ്കര കൃഷിക്കാരനായിരുന്നു. എന്ത് നട്ടാലും അപ്പച്ചനെ കണ്ടില്ല. അന്നൊന്നും നമുക്ക് ഒന്നാമത് നമ്മുടെ വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫോട്ടോകളൊന്നും എടുക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ആരും ഇപ്പോഴും ഫോട്ടോകൾ എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അപ്പച്ചൻ എന്ത് കൃഷി നട്ടാലും അത് ഭയങ്കരമായിട്ടാണ്. ചേനയൊക്കെ നട്ട് കഴിഞ്ഞാൽ 10 പേര് പിടിച്ചാലും വരത്തില്ല. അതേപോലത്തെ ഒരു ചേനകളായിരിക്കും. അത് മുഴുവനും ഈ രാസവളം കൊണ്ടൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ ഒത്തിരി പശുക്കളും ആടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അപ്പച്ചന് കുറേ പണിക്കാർ ഇടയ്ക്കിടയ്ക്ക് മാറി വരുമല്ലോ പണി ചെയ്യാൻ. അപ്പോൾ നല്ല വലിയ പിന്നെ ചേനയും ചേമ്പും കാച്ചിലും എന്ന് കണ്ട കാച്ചിലൊക്കെ പലതരത്തിലും, ചേനയൊക്കെ ചേമ്പൊക്കെ പലതരത്തിലും, കപ്പയൊക്കെ കിൻഡിൽ കപ്പ അതൊക്കെ എരുമയ്ക്കൊക്കെ ഈ വെട്ടിയിട്ട് കൊടുക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതേപോലെ ദൈവഭക്തനായിരുന്നു. ഒരു സെൻറ്റ് സ്ഥലം എന്നല്ല, വേറൊരുത്തൻ്റെ അതിര് മാന്തത്തില്ല അപ്പച്ചൻ. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ കണ്ടൊരു ഇതാണ് ദൈവഭക്തി. അപ്പം ഒരു മനുഷ്യൻ്റെ ഒരു അതിരിലോട്ടൊന്ന് കയറി ഒന്ന് കിളയ്ക്കുകയോ മാന്തുവോ അല്ലെങ്കിൽ മക്കളോട് വേറൊന്ന് പറഞ്ഞു കൊടുക്കുന്നതോ, എപ്പോഴും ആ കൃഷി കഴിഞ്ഞേച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറിക്ക് അപ്പോഴേ ആ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയും അങ്ങനെ ആ 90 വയസ്സ് വരെ ഒരു മരുന്നും ഉപയോഗിക്കാതെ ജീവിച്ച് മരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നത്തെ ആൾക്കാർ ചെറിയ ജോലിയുടെ പുറകിലേക്ക് ഓടി ഉള്ള മരുന്നുകൾക്കെല്ലാം ഭയങ്കര വിലയും, അതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് തിന്ന് പകുതി പ്രായമാകുന്നതിന് മുമ്പ് അവർ മരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. വലിയ ഹോസ്പിറ്റലുകളിൽ പോയി കിടന്നിട്ട്, പിന്നെ അനുഭവം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി കിടന്നിട്ട് മരുന്നുകൾ കയറി നമ്മൾ മരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതെന്താണ് എന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ അപ്പം ഉണ്ടാക്കി കഴിക്കുക. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.